നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 പരമ്പര അവസാനിച്ചല്ലോ. ഇനി വേൾഡ് കപ്പിന് മുമ്പുള്ള കണക്കെടുപ്പുകളും അതുപോലെ വാമപ്പ് മത്സരങ്ങളിലെ പ്രകടനങ്ങൾ നിരീക്ഷകരും ഒക്കെയാണ് ക്രിക്കറ്റ് പ്രേമികളുടെ ഇനിയുള്ള പണി. ഏതായാലും ഇഷാൻ കിഷൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിടിലൻ സെഞ്ചുറിയാണ് ഇന്നലെ കാര്യങ്ങൾ അനായാസമാക്കി മാറ്റിയത്. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും അങ്ങ് ആയിട്ടില്ല, വേൾഡ് കപ്പ് കളിക്കണം, വേൾഡ് കപ്പാണ്, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. ഐ സ്റ്റിൽ ഫീൽ ഐ ആം നോട്ട് ദെയർ യെറ്റ്. ഇപ്പോഴും അങ്ങ് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, ശരിയാ, ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്, ഈ അവാർഡുകൾ കിട്ടുന്നുണ്ട്, ബട്ട് മൈ ഫോക്കസ് ഈസ് ഫേംലി ഓൺ ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പിലാണ് എൻ്റെ ഫോക്കസ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. ഒരുപക്ഷെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം വേൾഡ് കപ്പ് പ്ലേയിങ് ലെവലിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ടാവണം. ഇപ്പം ഇന്നലെ ആ ട്രോഫി കിട്ടിയിട്ട് സൂര്യ ചെയ്യുന്ന കാഴ്ച കണ്ടില്ലേ, ഇഷാൻ കിഷന് കൈമാറുന്നു. അവിടെയൊക്കെ കൃത്യമായ സൂചനകളുണ്ട്. ഈ സീരീസ് വിൻ ചെയ്തത് ഇഷാൻ കിഷനാണ് എന്നൊരു തോന്നൽ എന്തായാലും അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സൂര്യ മികച്ച പ്രകടനമായിരുന്നു, അല്ലാന്നല്ല. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഇഷാൻ കിഷൻ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പറയുന്നത് ടീമിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ വ്യത്യസ്തമാണ്. അതായത് നമ്മളൊരു മൈൽ സ്റ്റോണിന് അടുത്താണെങ്കിൽ പോലും അതിന് വലിയ കാര്യമൊന്നും കൊടുക്കണ്ട. അതായത് ആ ഒരു സ്റ്റേജിൽ നമ്മൾ സിംഗിൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ യു മൈറ്റ് ഫീൽ ലേറ്റർ ദാറ്റ് യു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ടു ഗോ ബിഗ്. സോ ഇറ്റ്സ് ദി ബോൾ, ഇഫ് ദി ബോൾ ഈസ് ദെയർ ടു ഹിറ്റ് യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. നമ്മൾ സെഞ്ചുറിക്കൊക്കെ അടുത്താണെന്ന് കരുതി സിംഗിൾ എടുക്കാൻ പോകണ്ട. അങ്ങനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ഹിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ മിസ് ചെയ്തെന്ന് ഫീൽ ഉണ്ടാവും. സോ ബോൾ അവിടെ ഉണ്ടോ, നിങ്ങൾ എത്ര റൺസിലാണ് നിൽക്കുന്നത്, ഏത് മൈൽ സ്റ്റോണാണ് നിൽക്കുന്നത് നോക്കണ്ട, അടിക്കുക എന്നുള്ളതാണ് ടീമിൻ്റെ മൈൻഡ് സെറ്റ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ വിന്നിങ് ദി മാച്ചസ്, അത് മാത്രമാണ്, നോട്ട് പേഴ്സണൽ മൈൽ സ്റ്റോൺസ് എന്ന് കൂടി അദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹം 90 ശേഷം സിക്സറുകൾ പടപടെ അടിച്ചിട്ടാണ് സെഞ്ചുറിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ ടീമിൻ്റെ മൈൻഡ് സെറ്റ് അതാണ്, പേഴ്സണൽ മൈൽ സ്റ്റോൺ അല്ല, മറിച്ച് ടീമിൻ്റെ വിജയത്തിനാണ് പ്രാധാന്യം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.